കേരള ബിജെപിയിലെ ഗ്രൂപ്പിസത്തെ പഴിച്ച് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ വലിയ ഷോക്കിൽ. കേന്ദ്രത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ സന്ദീപ് വാര്യർ ബിജെപി വിടില്ലായിരുന്നു. സുരേന്ദ്രനും സംഘവുമുള്ള കാലത്തോളം ബിജെപി രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ സന്ദീപ് തിരിച്ചറിയുന്നു കേരള ബിജെപിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായെന്ന്. ബിജെപിയിലെ മാറ്റം കോൺഗ്രസിനെ ഭീഷണിയാകുമെന്ന കണക്കുകൂട്ടലിൽ സന്ദീപ് വാര്യർ ചാനൽ ചർച്ചകളിൽ ഉറഞ്ഞുതുള്ളുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുമെന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നു. ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലെത്തിയ സന്ദീപ് വാര്യറാണ് ആക്രമണം അഴിച്ചുവിടുന്നവരിൽ മുൻപന്തിയിലുള്ളത്. കേരളത്തിലെ ബിജെപി മച്ചിപ്പശുവാണെന്നും തൊഴുത്തു മാറ്റിക്കെട്ടിയതുകൊണ്ട് അത് പ്രസവിക്കില്ലെന്നുമാണ് ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യർ പരിഹസിച്ചത്. കേരള ബിജെപിയിൽ നിന്ന് സാധാരണ പ്രവർത്തകർക്കും നേതൃനിരയിലേക്ക് വരാൻ കഴിവുള്ളവർക്കും യാതൊരു വിധത്തിലുള്ള പിന്തുണയും ലഭിക്കില്ലെന്ന ബോധ്യത്തിലായിരുന്നു സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ മങ്ങിയതോടെയാണ് സന്ദീപ് വാര്യർ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഇതോടെ CPM-ലേക്ക് ചേക്കേറാൻ ചർച്ച നടത്തിയ സന്ദീപ് വാര്യർ ഒടുവിൽ കൂടുതൽ ഓഫറുകൾ ലഭിച്ച കോൺഗ്രസിൽ ചേരുകയായിരുന്നു. ഗ്രൂപ്പ് കളിക്കാർക്ക് മാത്രമേ കേരള ബിജെപിയിൽ സ്ഥാനമുണ്ടായിരിക്കുകയുള്ളൂ എന്ന നിരാശയിലാണ് സന്ദീപ് വാര്യർ മനം മടുത്ത് തന്റെ രാഷ്ട്രീയ ചേരി മാറ്റുന്നത്. എന്നാൽ ഇപ്പോൾ ആ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്ന തിരിച്ചറിവ് സന്ദീപ് വാര്യർക്ക് വലിയ ഷോക്കിംഗ് ആയിരിക്കുകയാണ്. ബിജെപി കേന്ദ്ര നേതൃത്വം സർജിക്കൽ സ്ട്രൈക്കിലൂടെ കേരള ബിജെപിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഗ്രൂപ്പ് കളിക്കാർക്ക് താക്കീത് നൽകിക്കൊണ്ട് പാർട്ടിയുടെ പൊതു സ്വീകാര്യത മാത്രമായിരിക്കും കേന്ദ്രം ഇനി പരിഗണിക്കുക എന്ന ശക്തമായ സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ച നേതാവായിരുന്നു സന്ദീപ് വാര്യർ. കേരളത്തിലെ ബിജെപി സുരേന്ദ്രന്റെയും സംഘത്തിന്റെയും ഗ്രൂപ്പിസമുള്ള കാലത്തോളം ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് ശപിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചാടിയ സന്ദീപ് വാര്യർ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. കെ സുരേന്ദ്രനോ ഗ്രൂപ്പിസം കളിക്കുന്നവരല്ല പാർട്ടിയെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. അതോടെ ഇതുവരെ കെ സുരേന്ദ്രനെ വിമർശിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ സംസ്ഥാന ബിജെപിയെ ആക്രമിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദീപ് വാര്യർ കേരളത്തിൽ കോൺഗ്രസിനെ ഏറ്റവും അധികം ഭീഷണിയാകാൻ സാധ്യതയുള്ള ബിജെപിയെ എതിർക്കുന്നവരിൽ ഒന്നാമനായി മാറുവാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. സാധാരണക്കാരോട് ഇടപഴകുന്നതിൽ വലിയ അകൽച്ച കാണിക്കുന്ന ആളാണ് സംസ്ഥാനത്തെ ബിജെപിയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് സന്ദീപ് വാര്യർ ഒരു ചാനൽ ചർച്ചയിൽ അടിവരയിടുന്നു. രാത്രി വൈകിയും പ്രവർത്തകരുടെ ഫോൺ കോൾ എടുക്കാനോ അതിനോട് പ്രതികരിക്കാനോ ഒന്നും തയ്യാറാകുന്ന ശൈലിയല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെത്. കുറെ മുതലാളിമാർ നിരന്നിരിക്കുന്ന ഒരു സംവിധാനമായി അധപതിച്ച ബിജെപിയെ വലിയൊരു വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്നുവെന്ന് മാത്രം. ജനങ്ങളോട് ഇടപഴകുക എന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചെയ്തു വരാത്ത കാര്യമായതിനാൽ പുതിയ അധ്യക്ഷനെ ആ കാര്യത്തിൽ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരില്ലെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വരുന്നത് തടയാൻ കെ സുരേന്ദ്രൻ പരമാവധി ശ്രമിച്ചെന്നും സന്ദീപ് വെളിപ്പെടുത്തി. കുംഭമേളയെ മോശമാക്കി ചിത്രീകരിച്ച ഏഷ്യാനെറ്റ് ചാനലിന്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖറിനെ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അവമതിപ്പുണ്ടാക്കാനാണ് ഏഷ്യാനെറ്റിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതെന്ന് സന്ദീപ് പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ തന്റെ ചാനലിലെ മാധ്യമപ്രവർത്തകർക്ക് താക്കീത് നൽകാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതിനിടെ ബിജെപിക്കെതിരെ വാളോങ്ങിയ സന്ദീപ് വാര്യർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ജനം ടിവിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ രംഗത്ത് വന്നു. മുരിക്കിലോട്ട് വലിഞ്ഞു കയറാൻ തയ്യാറെടുക്കുന്ന വാര്യർ ഒന്ന് കയറിയാൽ തീരാവുന്നതേയുള്ളൂ ഈ ചൊറിച്ചിലെന്നായിരുന്നു അനിൽ നമ്പ്യാരുടെ പോസ്റ്റ്. സഖാവ് നമ്പ്യാർജി, വ്യാജരേഖ മുതൽ സ്വർണ്ണക്കടത്ത് വരെ ഒരുപാട് മുരിക്കിൽ കയറിയ ശീലമുള്ള അങ്ങയുടെ ഉപദേശം തീർച്ചയായും ഗുണകരമാണ് എന്ന് മറുപടി നൽകി സന്ദീപ് വാര്യറും രംഗത്ത് വന്നതോടെ പോരുമൂർച്ഛിച്ചു. പല കാര്യങ്ങളും വെളിപ്പെടുത്തിയാൽ സന്ദീപ് വാര്യർക്ക് കണ്ടം വഴി ഓടേണ്ടി വരുമെന്നായിരുന്നു അനിൽ നമ്പ്യാരുടെ മറുപടി. ബിജെപി പുതിയ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് സന്ദീപ് വാര്യർ ഇത്രയധികം അസ്വസ്ഥനാകുന്നത് എന്തിനാണെന്ന ചോദ്യമാണ്
പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഗ്രൂപ്പിസത്തിന്റെ വേരോർത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ഐക്യകണ്ഠേന രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ നേട്ടം കൊണ്ടുവരുമെന്ന് സന്ദീപ് വാര്യർ തിരിച്ചറിയുന്നുണ്ട്. കാരണം സുരേന്ദ്രന്റെയും സംഘത്തിന്റെയും ഗ്രൂപ്പിസം എന്നു തീരുന്നുവോ അന്നേ BJP കേരളത്തിൽ രക്ഷപ്പെടുകയുള്ളൂവെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് സന്ദീപ്. ഇപ്പോൾ ആ പറഞ്ഞത് സത്യമാവുകയാണ്. കേരളത്തിലെ BJPയിലെ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ കേന്ദ്രം തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിന്റെ അർത്ഥം കേരളത്തിൽ BJP നില മെച്ചപ്പെടുത്താൻ പോകുന്നുവെന്ന് തന്നെയാണ്. ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള BJPയുടെ ദശാബ്ദമാണ്. ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖരനെ ലഭിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. ഇത് ദേശീയ നേതൃത്വത്തിന്റെ തിരക്കഥയിലെ സംഭാഷണമാണ്. അത് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതിലൂടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന BJP ഒറ്റക്കെട്ടായി മുന്നേറുമെന്ന വലിയ സൂചന നൽകുകയും ചെയ്തു.